ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി റൈസാണ് കാണിക്കുന്നത്. നമ്മളുടെ തമിഴ്നാട്ടിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള വെൺപൊങ്കൽ. അപ്പോൾ അതിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചെറുപയർ പരിപ്പ് തന്നെ വേണം, വേറെ പരിപ്പൊന്നും ശരിയാവില്ല. ഇതൊന്ന് ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. നിറം മാറാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം കൂടുതൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഒരു പച്ച ചുവണ്ട് അതൊന്ന് പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ചെറുതായി വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വറുത്ത ഒരു മണം വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മണം വരാൻ അങ്ങനെ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചരിയാണ് ചേർക്കുന്നത്. പച്ചരി തന്നെ വേണം കേട്ടോ, പുഴുക്കല്ലരി ഒന്നും ചേർക്കരുത്. അപ്പോൾ ആ പച്ചരിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അരി വറുക്കരുത്. അരി വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറും. വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അരിയും പരിപ്പും ഒക്കെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 2 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെയായാലും ഒരു 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലത്. പരിപ്പാവുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് തിളച്ച് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് വലിയ കുക്കർ 3 ലിറ്ററിൻ്റെ കുക്കറായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം എടുക്കുക. ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തത് വെച്ചാൽ ആ ഒരു കപ്പിൽ തന്നെ 2.25 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അതാണ് കറക്റ്റ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ ഒഴിക്കണം. ഇതിലിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. ഞാനൊരു 1/4 കപ്പ് അധികം ഒഴിക്കുന്നത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പരിപ്പൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് കട്ടിയാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് 2.25 കപ്പ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 4-5 മിനിറ്റ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയതാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു കിച്ചടി ടൈപ്പ് എന്ന് പറയും, പക്ഷേ നല്ല നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുക കാരണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ അത് റൈസൊക്കെ റെഡി ആയിരിക്കണു, പാകത്തിനായിരിക്കണു. കണ്ടില്ലേ, കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു വറവിടാണ്ട്, അതാണ് അതിനെ കൂടുതൽ ടേസ്റ്റി ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ നെയ്യോ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ നെയ്യിൻ്റെ രുചി ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ മാത്രം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ നെയ്യിൻ്റെ ഫ്ലേവറാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൂട്ടുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നല്ല നൈസായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കണം. നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറണം, അല്ലാതെ അങ്ങനെ മൂക്കണ്ട. നെയ്യും ഓയിലൊക്കെ നല്ല ഒഴിച്ചാലാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് അതിൽ നെയ്യും ഓയിലൊക്കെ നല്ല ഒഴിച്ച് ഉണ്ടാക്കുന്നത് കാരണമാണ്. അപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ ഹെൽത്തിയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തത്. അപ്പോൾ ഇത് കുരുമുളകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1-2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. കുരുമുളക് ഒന്ന് പൊട്ടണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 8-10 കാഷ്യൂ ആണ് ചേർക്കുന്നത്. അതിങ്ങനെ നെടുകെ കീറിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് കൂടുതൽ ബൈറ്റ് കിട്ടും. അപ്പോൾ കാഷ്യൂ ഒക്കെ കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കാഷ്യൂ ഒക്കെ കരിയും. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കായത്തിൻ്റെ പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അത് നിന്നിട്ട് ഈ ചോറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തന്നെ അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വെക്കണം കേട്ടോ, ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം നല്ല ചൂടോടെ തന്നെ കഴിക്കുക. വെറും ഒരു അച്ചാറുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. പിന്നെ സാമ്പാറുണ്ടെങ്കിൽ
സാമ്പാറിൻ്റെ കൂടി സൂപ്പറാണ് കേട്ടത്. അവസാനം ഒരു ലേശം നെയ്യ് ഒഴിക്കണം കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല. അപ്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ സാമ്പാർ, കോക്കനട്ട് ചട്നിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ അച്ചാറുണ്ടായാലും മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.